ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. സന്നിധാനത്തേക്ക് എത്താൻ ഭക്തർക്ക് മണിക്കൂറുകൾ വരി നിൽക്കേണ്ടി വരുന്നു. പോലീസ് നിയന്ത്രണം പാളുന്നതും തിരിച്ചടിയാകുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മേടമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത്. ആദ്യ ദിനങ്ങളിൽ ഭക്തജന തിരക്ക് കുറവായിരുന്നു. എന്നാൽ വിഷുദിനത്തിലും അതിനുശേഷവും തിരക്ക് വർദ്ധിച്ചു. പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ പോലീസിന്റെ നിയന്ത്രണവും ഉണ്ട്. ഇതോടെ മണിക്കൂറുകൾ വരി നിൽക്കേണ്ട അവസ്ഥയാണ്. காலையில் விடியகாலமே 3 மணிலேருந்து நிற்கிறோம். இன்னும் சாமி தரிசனம் பண்ண முடியல. போலீஸுக்கு ஹெல்ப்பும் கிடையாது. 3 மணிலேருந்து நிற்கிறாங்க லைனில். அந்த பக்கமாக போலீஸ் ரிலேட்டிவ் மட்டும் விட்டுக்கிட்டு இருக்கிறாங்க. நம்ம பப்ளிக்கில் வந்து இதுமாதிரி எல்லாம் நிற்கிறாங்க. அவ்வளோ இருந்து ஆமாம் ரிஸ்க் சரியாக பண்ண மாட்டேங்கிறாங்க. മണ്ഡലമാസത്തിലെ തിരക്ക് ഇല്ലെങ്കിൽ പോലും ഭക്തരുടെ എണ്ണം വർദ്ധിച്ചതോടെ പോലീസിന്റെ നിയന്ത്രണവും പാടെ പാളി. ഇന്ന് രാവിലെ 6 മണിക്ക് തൊട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞ് ഇനിയും അങ്ങോട്ട് ക്യൂ പോകണില്ല. ഇപ്പോൾ പൂജ നടക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വിചാരിക്കാത്ത തിരക്കാണ്. കുട്ടികൾ കുട്ടികളും എല്ലാവരും അത്രയും പെട്ട് നിൽക്കണം ആകെ. മണ്ഡലമാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നതും മേടമാസ പൂജയ്ക്കാണ്. മേടമാസ പൂജകൾക്കായി 8 ദിവസമാണ് ശബരിമല നട തുറന്നത്. ഹരിവരാസനം പാടി നാളെ രാത്രി 10 മണിയോടെ വിഷു മേടമാസ പൂജകൾക്കായി തുറന്ന നട അടയ്ക്കും. മേടമാസ പൂജകൾക്കായി ശബരിമല നട തുറന്ന ശേഷം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. 3-4 മണിക്കൂർ ക്യൂ നിന്നാണ് മരക്കൂട്ടത്തു നിന്നും ഭക്തർക്ക് സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ പ്രശോഭ് കുറ്റിയിലിനൊപ്പം ശിവദാസ് കന്മനം, ജനം.